വെൽക്കം ടു ജസീസ് കിച്ചൺ. ഇന്ന് ഇഫ്താറിനൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു സ്നാക്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റിയെടുക്കാം. പിന്നെ കുറച്ച് ചിക്കൻ കുക്കറിൽ വേവിച്ചെടുത്തതാണ്. ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അതെല്ലാം കളഞ്ഞ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള പൊട്ടാറ്റോയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സ്നാക്സിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കണം. അതിനുവേണ്ടി ഒരു എഗ്ഗ് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മൈദയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ദോശക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലൂസായി പോയത് കൊണ്ട് ഞാൻ 2 ടീസ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് കട്ടിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് വേണ്ടത്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കണം. ഒരു പാൻ വെച്ച് നമ്മുടെ മാവ് ഒഴിച്ച് ഒന്നിങ്ങനെ പരത്തി ദോശ ചുട്ടെടുക്കാം. നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാ ദോശയും ചുട്ടെടുക്കാം. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫില്ലിങ് ഒരു സൈഡിൽ വെച്ച് കൊടുക്കാം. ഇത് 2 സൈഡും അറ്റം ഇങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് റോൾ ചെയ്ത് ഇങ്ങനെ ചുരുട്ടിയെടുക്കണം. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു കോട്ടിങ്ങിന് വേണ്ടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് മുളക് പൊടിയും ഒരല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികം ആയി പോകാൻ പാടില്ല. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ലാസ്റ്റ് ചേർത്ത കോട്ടിങ് ചെയ്യാതെയും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കോട്ടിങ് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉപ്പ് അധികമാവാൻ പാടില്ല. ഓൾറെഡി നമ്മൾ ദോശയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നോക്കി വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനത്തെ കോട്ടിങ്ങിൽ കൂടെ റോൾ ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഇഫ്താർ സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഈ സ്നാക്സ് ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസും റെസിപ്പീസുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാ. ഇനിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.